ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ നാടൻ കോഴി വളർത്തുന്ന കുറെ ആളുകളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നാടൻ കോഴികളും മറ്റുള്ള ബ്രോയിലറോ അല്ലെങ്കിൽ മുട്ടക്കോഴികളോ അതല്ലാതെ ഇറച്ചി ആവശ്യത്തിന് വളർത്തുന്ന മറ്റു കോഴികളോ അതുമായിട്ടുള്ള ഒരു നാടൻ കോഴിക്കുള്ള വ്യത്യാസവും അതിൽ വളർത്തുന്നതിന്റെ ഗുണങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടൻ കോഴി വളർത്തുന്ന ആളുകള് എന്തുകൊണ്ടാണ് അവർ അത് തന്നെ വളർത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോ ഫേസ്ബുക്കിലെ കോഴി വളർത്തൽ മേഖലയിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഫുൾ ചർച്ച എന്ന് പറയുന്നത് BV380 കോഴികളെ വളർത്തി ഉണ്ടാകുന്ന നഷ്ടം, അതുപോലെയുള്ള BV380 പോലെയുള്ള ഹൈലൈൻ പോലെയുള്ള മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും, അത് വാങ്ങി പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് വാങ്ങി കൂടിനും കോഴിക്കും എല്ലാം കൂടെ അതിന്റെ ചെലവുകളൊക്കെ കണക്കാക്കി നോക്കുമ്പോൾ വമ്പൻ നഷ്ടമാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പൊ ഏത് വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലായാലും നടക്കുന്ന ചർച്ചകൾ അതാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്കതൊന്ന് മാറ്റി ചിന്തിച്ചുകൂടാ എന്ന് ആലോചിച്ചപ്പോഴാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായത്. ഞാൻ ഈ പറഞ്ഞ ഹൈബ്രിഡ് കോഴികളിൽ നിന്നും സങ്കരയിനം കോഴികളിൽ നിന്നൊക്കെ നാടൻ കോഴികളെ പ്രത്യേകത എന്താ വെച്ചാല് അവർക്ക് നമുക്ക് കൈത്തീറ്റ കൊടുത്തിട്ടില്ലെങ്കിലും, നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും അവര് തൊടിയിലോ പറമ്പിലോ ഒക്കെ ചിക്കിച്ചകഞ്ഞ് അവർക്കുള്ള തീറ്റ കണ്ടെത്തിക്കോളും. ഇത് ഞാൻ ഇപ്പൊ എന്റെ എല്ലാ വീഡിയോകളിലും പറയാറുള്ളതാണ്. നാടൻ കോഴികളെ കുറിച്ച് പറയുന്ന എല്ലാ വീഡിയോകളിലും ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുള്ളതാണ്. ഇങ്ങനെ നാടൻ കോഴികള് തൊടിയിലും പറമ്പിലൊക്കെ ചെകഞ്ഞ് അവർക്ക് വേണ്ട കീടങ്ങളും കൃമികളും ഇലകളും എല്ലാം അവർ ഭക്ഷിക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പോഷക മൂല്യമുള്ള എല്ലാ വസ്തുക്കളും അവർ തെരഞ്ഞെടുത്ത് ഭക്ഷിക്കുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിലേക്ക് നമ്മൾ എക്സ്ട്രാ വേറൊരു മരുന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹൈബ്രിഡ് കോഴികളെ കേജിലിട്ട് വളർത്തുമ്പോൾ അവർക്ക് വിറ്റാമിന്റെ മരുന്നുകൾ കൊടുക്കണം, അതുപോലെ കാൽസ്യം കുറവുണ്ടെങ്കിൽ അതിന്റെ ഫുഡ് സപ്ലിമെന്റുകൾ കൊടുക്കണം, പിന്നെ വിര ഇളക്കാനുള്ള മരുന്നുകൾ കൊടുക്കണം. അങ്ങനെ മരുന്നുകളിലൂടെയാണ് ഈ ഹൈബ്രിഡ് കോഴികളിൽ ജീവിച്ചു പോകുന്നത്. പിന്നെ വേറൊന്ന് അവർക്ക് തീറ്റ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെ വേസ്റ്റോ പച്ചക്കറിയുടെ വേസ്റ്റോ ഒന്നും ഈ ഹൈബ്രിഡ് കോഴികൾക്ക് കൊടുത്താൽ അവർ പ്രതീക്ഷിക്കുന്ന മുട്ട നമുക്ക് തരില്ല. അവർക്ക് കമ്പനി തീറ്റകൾ തന്നെ കൊടുക്കണം. ഇപ്പോഴത്തെ തീറ്റ ചെലവ് അപേക്ഷിച്ച് ഒരുപാട് വില കൂടിയത് കാരണം അത് നഷ്ടമാണ്. ഈ പറഞ്ഞൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ പിന്നെയും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ നാടനിലേക്ക് തിരിച്ചു വരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങളെല്ലാവരും ചിലപ്പോൾ അതിനോട് യോജിച്ചോളണമെന്നില്ല. കാരണം എന്താ വെച്ചാല് അഴിച്ചുവിട്ട് വളർത്താൻ സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നാടൻ കോഴിയെ വളർത്തി ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അഴിച്ചുവിട്ട് വളർത്താനുള്ള സ്ഥലങ്ങളും കോഴികൾക്ക് കുറച്ച് കൂടുതൽ കോഴികൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ഒന്ന് പറമ്പിലൂടെയൊക്കെ നടന്ന് ചിക്കി ചെനക്കി തിന്നാനുള്ള സ്ഥലമുള്ള ആളുകൾക്ക് പറ്റുന്നൊരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനോട് യോജിച്ചോളുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഇതെങ്ങനെയാണ് ലാഭത്തിലാവുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ചെറിയൊരു കണക്കിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാടൻ കോഴികള് 5 മാസം കഴിഞ്ഞാൽ 6 മാസത്തിന്റെ ഉള്ളിൽ ഇവർ മുട്ടിട്ട് തുടങ്ങും.
ഏത് ഇനത്തിൽപ്പെട്ട നാടൻ കോഴികളായാലും മുട്ട ഇട്ട് തുടങ്ങിയാൽ ഒരു 14 മുതൽ 20 മുട്ടയ്ക്കുള്ളിലാണ് നാടൻ കോഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കുക. നമ്മളിത് കുറച്ച് ബിസിനസ് മൈൻഡോടെ ചിന്തിച്ചാല് നമുക്ക് ഇതിലെ ഒരു 14 മുട്ട കൂട്ടിക്കോ, 14 മുട്ട വെച്ച് കോഴിക്ക് അട വെക്കുകയാണെങ്കിൽ 14 വെക്കേണ്ട ആവശ്യമില്ല. നാടൻ കോഴിക്കൊരു 10-12 മുട്ടയിൽ കൂടുതൽ സാധാരണ വെക്കാറില്ല. അതിൽ കൂടുതൽ വെച്ച് വിരിയിച്ച ആളുകളുണ്ട് കേട്ടോ. ഒരു 12 മുട്ട വെച്ച് നമ്മൾ കോഴിയെ അട വെച്ച് വിരിയിക്കുകയാണെങ്കിൽ നാടൻ കോഴി നന്നായിട്ട് അടയിരുന്ന് 12 മുട്ടയിൽ എല്ലാ സമയത്തും ഒരു 10-11 മുട്ട പലപ്പോഴും വിരിഞ്ഞു കിട്ടാറുണ്ട്. ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇൻക്യുബേറ്ററിന്റെ ചിലവ് ഇതിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ്. കുറച്ച് കൂടുതൽ നാടൻ കോഴികൾ വളർത്തുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നാടൻ കോഴികൾ ലാഭത്തിലാവുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു വിവരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നാടൻ കോഴികളുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് 5.5 മാസം മുതൽ 6 മാസത്തിന്റെ ഉള്ളില് നാടൻ കോഴികൾ മുട്ടയിട്ട് തുടങ്ങും. ഒരു സെക്ഷനിൽ മുട്ടയിടുമ്പോൾ ഒരു 15 മുതൽ 20 വരെയുള്ള മുട്ടകൾ നമുക്കതിൽ നിന്ന് കിട്ടും. അതില് ഒരു 12 മുട്ട നമ്മൾ അട വയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ നാടൻ കോഴി തന്നെ അട ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും. അപ്പോൾ ഒരു 12 മുട്ട വെച്ച് ഒരു അധിക സമയം മുഴുവൻ മുട്ടകളും വിരിഞ്ഞു കിട്ടാറുണ്ട് കറക്റ്റായിട്ട് അടയിരിക്കുന്ന കോഴികളാണെങ്കിൽ. അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു 10 മുട്ട അത് നമുക്ക് വിരിഞ്ഞു കിട്ടും. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തി അടുത്ത സെക്ഷനിലേക്ക് മാറ്റാം. അതിൽ പൂവൻ കോഴികളാണെങ്കിൽ നമുക്ക് ഇറച്ചി വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 350 രൂപയ്ക്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. എന്റെ വീട്ടില് നാടൻ കോഴികളുടെ പൂവന്മാരെ കൊടുക്കുന്നത് കിലോയ്ക്ക് 350 രൂപയാണ്. അപ്പൊ ഒരു കോഴി എന്ന് പറഞ്ഞാൽ 1.5 കിലോ പൂവൻ കോഴിക്ക് 1.5 കിലോ മുതൽ 2 കിലോയുടെ ഉള്ളില് തൂക്കം കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയായാലും തീറ്റ ചെലവ് വളരെ കുറവായത് കാരണം ആ പൂവൻ കോഴിയെ നമുക്ക് ലാഭത്തില് സെയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ മുട്ടയുടെ കാര്യം പറയാന്ന് വെച്ചാല് മുട്ട ഞാൻ പറഞ്ഞല്ലോ 20 മുട്ടയുടെ ഉള്ളിൽ നമുക്ക് നാടൻ കോഴിയിൽ നിന്ന് കിട്ടും. 20 മുട്ടയിൽ 10 മുട്ട അടവെച്ചാലും അല്ലെങ്കിൽ 12 മുട്ട അടവയ്ക്കാൻ എടുത്താലും ബാക്കിയുള്ള മുട്ട നമുക്ക് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഇവിടെ നാടൻ കോഴി മുട്ടയ്ക്ക് 10 രൂപയും 12 രൂപ വരെ കൊടുത്ത് വാങ്ങിക്കാൻ ഇവിടെ എന്റെ ഈ പരിസരത്തൊക്കെ ആളുകളുണ്ട്. വല്ല 10 രൂപ വെച്ച് കൂട്ടിയാലും ആ നാടൻ കോഴി മുട്ട വിറ്റുവോ. നേരെ മറിച്ച് മറ്റുള്ള കോഴികളുടെ മുട്ടയാണെങ്കിൽ, അതായത് ബ്രൗൺ കളറിലുള്ള ഹൈലൈൻ B380 പോലുള്ള കോഴികളുടെ മുട്ടയാണെങ്കിൽ 5 രൂപയ്ക്ക് പോലും ഇവിടെ വാങ്ങാൻ ആളില്ല. കാരണം അതിന്റെ മുട്ടയുടെ ടേസ്റ്റിൽ വരുന്ന വ്യത്യാസം തന്നെ. നാടൻ കോഴി മുട്ടയ്ക്ക് അതിന്റെ തനതായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പൊ അതും മറ്റേ മുട്ട B380 ഒക്കെ മുട്ട കഴിച്ച് നാടൻ കോഴിയുടെ മുട്ടയും കഴിച്ചിട്ടുള്ള ആളുകൾ ഒരിക്കലും നാടൻ മുട്ട കിട്ടാനുണ്ടെങ്കിൽ വില കൂടുതലാണ്, അത് തന്നെയാണ് വാങ്ങിക്കുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള കോഴികളുടെ അപേക്ഷിച്ച് ഇറച്ചി വില പിടയ്ക്കായാലും പൂവനായാലും കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് നാൾ ഗ്രാമശ്രീ കോഴികളെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നമുക്ക് വില കിട്ടുന്നത് മാക്സിമം പോയാൽ 150 കടകളിലേക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടും. 120 മുതൽ 150 രൂപയ്ക്ക് വരെ കിലോയ്ക്ക് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. 120 കിട്ടിയ ചില സമയങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കൊടുത്തത് 170 രൂപയ്ക്കാണ് കിലോയ്ക്ക്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ചെറിയ തുച്ഛമായിട്ടുള്ളൊരു ലാഭം മാത്രമേ അതിന് കിട്ടുന്നുള്ളൂ. തീറ്റ ചെലവും എല്ലാം കൂടെ കണക്കാക്കി നോക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഫുഡ് സപ്ലിമെന്റുകളും മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കണം. പക്ഷെ നാടൻ കോഴിക്ക് ഈ വക മരുന്നുകളൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഈവൻ വാക്സിൻ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നാടൻ കോഴികൾക്ക് വാക്സിൻ കൊടുക്കാറില്ല. ഇടയ്ക്ക് പച്ചമഞ്ഞള് അരച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നാടൻ കോഴികൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന പാത്രത്തിൽ പച്ചമഞ്ഞൾ അരച്ച് കൊടുക്കുക. വേറെ ഒരു മരുന്നും കൊടുക്കേണ്ടതില്ല. ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ പപ്പായയുടെ ഇലയൊക്കെ അല്ലെങ്കിൽ മൂക്കാത്ത പപ്പായ കട്ട് ചെയ്ത് കൊടുത്താൽ വിര ഇളക്കാനുള്ള രീതിയിലുള്ള മരുന്നുകൾ അത് അങ്ങനെയായി. അപ്പൊ ഒരുവിധം എല്ലാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നാടൻ കോഴികൾ സ്വയം കണ്ടെത്തും, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പപ്പായ ഇലയൊക്കെ അവർക്ക് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ അവരെന്നെ ഭക്ഷിച്ചോളൂ, ഇല്ലെങ്കിൽ നമ്മൾ മുറിച്ചിട്ട് കൊടുത്താലും അവരത് കഴിച്ചോളൂ. അപ്പൊ മരുന്നുകളുടെ ഒരു ചെലവും മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികൾക്ക് വളരെ കുറവാണെന്നുള്ള മരുന്നുകളെ ആവശ്യമില്ല.
സത്യത്തിൽ ഞാൻ ഈ മരുന്നുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചിലര് പറയും, പലരും പറയും, പക്ഷെ അതല്ല എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. നാടൻ കോഴികളെ വളർത്തുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പറമ്പുകളിലൊക്കെ വീഴുന്ന കരിയിലകളായാലും മറ്റ് അഴുകുന്ന വസ്തുക്കളെല്ലാം ഈ കോഴികൾ ചെന്ന് ചിനക്കി ഇളക്കി മറിച്ച് മണ്ണിനോട് മിക്സായി അത് മണ്ണിനോട് അലിഞ്ഞു ചേരാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നമ്മുടെ നാടൻ കോഴികൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ഥലമുള്ള ആളുകളെ കുറിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സ്ഥലമില്ലാതെ ടെറസിന്റെ മുകളിലൊക്കെ വളർന്ന ആളുകൾക്ക് ചിലപ്പോൾ നാടൻ കോഴി ലാഭകരമായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ ഈ സമയത്ത് നാടൻ കോഴി വളർത്തലിലേക്ക് ഒരുപാട് പേര് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നാടൻ കോഴി കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിയിച്ച് നാടൻ കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിപ്പോ ഒരുപാട് ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റാത്ത അത്ര ഓർഡറുകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നാടൻ കോഴികളെ വളർത്തി നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ നല്ല ഡിമാൻഡാണ്. അപ്പൊ നമ്മളത് ആ മുട്ട അടവെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നതെങ്കിൽ അതും മറ്റൊരു വിധത്തില് ലാഭം തരുന്ന സംഗതിയാണ്. നമുക്ക് ഇൻക്യുബേറ്റർ വേണ്ട, അതിലേക്ക് കറണ്ട് കൊടുക്കണ്ട, അങ്ങനെ ഇൻക്യുബേറ്റർ വാങ്ങാനുള്ള ചെലവ് വേണ്ട, ഇതൊക്കെ ഇതിന്ന് നമുക്ക് ലാഭം കിട്ടുന്ന ഒരു സംഗതിയാണ്. ഈ പറഞ്ഞതുപോലെ ഏത് വിധത്തിൽ നോക്കിയാലും എങ്ങനെ നോക്കിയാലും നാടൻ കോഴികളെ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇനി നിങ്ങൾക്കറിയാലോ, അതിന്റെ ഇറച്ചി ആവശ്യത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ ആളുകൾ മെയിനായിട്ട് നോക്കുന്നത് അതിന്റെ വില കൂടുതലാണെങ്കിലും ആ ഇറച്ചിയിലുള്ള മറ്റുള്ള ബ്രോയിലർ കോഴികളുടെ ഇറച്ചിയും നമ്മുടെ നാടൻ കോഴിയുടെ ഇറച്ചിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ആളുകളെ നമ്മുടെ നാടൻ കോഴിയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം. ഇപ്പൊ കുറെയൊക്കെ ബ്രോയിലർ കോഴികളെ ഒഴിവാക്കി നാടൻ കോഴികളുടെ ഇറച്ചി ഭക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ മാറിയിട്ടുണ്ട്. അപ്പോ വീണ്ടും മാറ്റങ്ങൾ വന്ന് നമ്മുടെ നാടൻ കോഴികളുടെ ഒരു സുവർണകാലം വീണ്ടും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.